天性。യോ ഗൈസ്, സോ ഡീമൺ സ്ലെയർ ടു ദ ഹാഷറ ട്രെയിനിങ് ആർക്ക് ഈ ഒരു സിനിമ ഇപ്പോൾ പോയി കണ്ടിട്ട് വന്നേ ഉള്ളൂ. നമ്മുടെ ചാനലിൽ ഞാൻ നോർമലായിട്ട് ഈ ഒരു രീതിക്കല്ല വീഡിയോ ചെയ്യാറ്. അതായത് എൻ്റെ ഫേസ് ഒന്നും കാണിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ അധികം വീഡിയോ ചെയ്യാറില്ല. കൂടുതലും ഒറിജിനൽ കണ്ടന്റ്സിനകത്തുള്ള ക്ലിപ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറ്. പക്ഷേ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തതിൻ്റെ മെയിൻ റീസൺ, ഞാൻ ഇതിന് മുൻപേ ഡീമൺ സ്ലെയറിൻ്റെ 2 കണ്ടന്റ്സ് ഇട്ട സമയത്തും എൻ്റെ ആ ഒരു വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് ക്ലെയിമും അടിച്ചു. അതുപോലെ തന്നെ അവർ ആ ഒരു വീഡിയോ ബ്ലോക്കും ചെയ്തു. ക്ലെയിം തന്നെയായിട്ട് അടിക്കുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ അവർ ആ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേനും നമുക്ക് ആ ഒരു വീഡിയോ വ്യൂവേഴ്സിലോട്ട് എത്തിക്കാൻ പറ്റിയില്ല. അപ്പം ആ ഒരു സെയിം പ്രശ്നം ഇനി ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇതിന് മുൻപേ ഡീമൺ സ്ലെയറിൻ്റെ കണ്ടന്റ്സ് ഇട്ട സമയത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നുകൊണ്ട് വീണ്ടും ഒരു റിസ്ക് എടുക്കാൻ ഞാൻ അങ്ങോട്ട് തയ്യാറായില്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ടു ദ ഹാഷറ ട്രെയിനിങ് ആർക്ക് എന്ന് പറയുന്ന ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേനും സംഭവം വളരെ സിമ്പിളാണ്. അതായത് നമ്മൾ ഇതിനു മുൻപേ കണ്ടിട്ടുള്ള എല്ലാ ആർക്സിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് പോകുന്ന വെറും 45 മിനിറ്റ് പോലും സമയമില്ലാത്തൊരു കൊച്ചു സിനിമയെന്ന് വേണം പറയുവാൻ. ചിത്രം തുടങ്ങി അതിൻ്റെ ഒരു ആദ്യത്തെ 1 hour അടുത്ത്, എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു 1 മണിക്കൂർ അടുത്ത് പടം മെയിനായിട്ടും കാണിച്ചുകൊണ്ടിരുന്നതും മുൻപത്തെ ആർക്സും അതിൻ്റെ ഒരു ഗ്ലിംസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആ ഒരു സ്പോർട്സ് സ്മിത്ത് വില്ലേജ് ആർക്കിൻ്റെ ലാസ്റ്റ് എപ്പിസോഡിൽ അത് അവർ മൊത്തത്തിൽ ഇരുത്തി കാണിച്ചു. അതായത് ആ ഒരു എൻ്റെയർ എപ്പിസോഡ് മൊത്തത്തിൽ കാണേണ്ടി വന്നു. അതിനുശേഷമാണ് ഇവർ ഹാഷറ ട്രെയിനിങ് ആർക്കിലേക്ക് വന്നത്. ഹാഷറ ട്രെയിനിങ് ആർക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ടാഞ്ചിറോയും ബാക്കിയുള്ള ക്യാരക്ടേഴ്സും എല്ലാവരും കൂടെ തിരികെ ആ ഒരു മെയിൻ സ്ഥലത്തോട്ട് വന്നിട്ട്, അതായത് അവരുടെ ആ ഒരു മെയിൻ പാലസ് ഉണ്ടല്ലോ, അതായത് ഹാഷറാസിൻ്റെയും ബാക്കിയുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്ന ആ ഒരു മെയിൻ സ്ഥലത്തേക്ക് വന്നിട്ട് അവിടെ അവർ ഗ്യാദറപ്പ് ചെയ്യുന്നതും പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും പറയുന്നത്. അതായത് വരാൻ പോകുന്ന ഇവൻസ് എന്ന് പറയുന്നത് ഇനി വളരെ വലുതാണ്. നെസുക്കോ എന്ന് പറയുന്ന ക്യാരക്ടറിന് സണ്ണിനെതിരെ, അല്ലെങ്കിൽ സണ്ണിൻ്റെ ആ ഒരു ചൂടേറ്റാലും കുഴപ്പമില്ലാത്ത രീതിക്ക് നിൽക്കാൻ പറ്റുന്ന പവറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പവർ അക്യൂർ ചെയ്യാൻ വേണ്ടി ഇനി മുസാൻ വരും. അപ്പോൾ മുസാനെ നേരിടാൻ വേണ്ടി വലിയൊരു യുദ്ധത്തിന് തന്നെ തയ്യാറായിട്ടിരിക്കണം. കാരണം ഇനി ഒരു ഓൾ ഔട്ട് വാർ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ ഏറെയാണ്. അപ്പം അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഹാഷറാസ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ടാഞ്ചിറോ എന്ന് പറയുന്ന ക്യാരക്ടറിന് എന്ത് സംഭവിച്ചു, അതായത് അവിടെ നിന്ന് വന്നതിന് ശേഷം ടാഞ്ചിറോയുടെ ക്യാരക്ടർ എങ്ങനെയുണ്ട്, നെസുക്കോയുടെ ക്യാരക്ടർ എങ്ങനെയുണ്ട്, അതായത് നെസുക്കോയ്ക്ക് ഇപ്പം പുറത്തൊക്കെ ഇറങ്ങി നിൽക്കാൻ പറ്റും, നട്ടപ്പകൽ പോയി നിന്നാലും സീനൊന്നുമില്ല. പിന്നെ സെനീറ്റ്സു, ഇനോസ്കെ പോലുള്ള ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ തിരിച്ചു വരും, അവർക്കൊക്കെ എങ്ങനെയുണ്ട്, അവരൊക്കെ എവിടെയായിരുന്നു പോയത്, അവർ നെസുക്കോ ഈ ഒരു അവസ്ഥയെ കണ്ടു കഴിഞ്ഞുള്ള അവസ്ഥ എങ്ങനെയായിരിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കാണിച്ചുകൊണ്ടാണ് പോകുന്നത്. പിന്നെ നമ്മുടെ ഇൻഫിനിറ്റി കാസിൽ എന്ന് പറയുന്ന ആ ഒരു സംഭവമുണ്ട്. ആ ഒരു കാസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നെക്സ്റ്റ് ആർക്കെന്ന് തന്നെ പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പം ആ ഒരു കാസിലിൻ്റെ ചെറിയൊരു കാര്യം കാണിക്കുന്നുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 ഹാഷറാസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ആ ഒരു കാസിൽ ഒരു സംഭവം വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ കൊള്ളായിരുന്നു, ബട്ട് ഇറ്റ്സ് നോട്ട് എപ്പിക്. കാരണം ഇതിനു മുൻപുള്ള എല്ലാ സീസൺസിലും അല്ലെങ്കിൽ എല്ലാ ആർക്സിലും ഒരു എപ്പിക് ബാറ്റിൽ നമുക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതുപോലത്തെ ഒരു സാധനം ഇതിനകത്തില്ല. ഇവരെ മെയിനായിട്ടും കുറച്ച് കോമഡിയും കാര്യങ്ങളും അതുപോലെ തന്നെ ആ ട്രെയിനിങ്ങും സംഭവങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് പോകുന്നത്. വളരെ ചുരുങ്ങി ഒരു 45 മിനിറ്റ് പോലും ഇല്ലാത്തൊരു കുഞ്ഞൻ സിനിമയെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സിനിമയെന്ന് പോലും പറയാൻ പറ്റത്തില്ല. വേണമെങ്കിൽ വരാൻ പോകുന്ന ആ ഒരു സീസണകത്ത് അല്ലെങ്കിൽ ആ ഒരു മെയിൻ ആർക്കിൻ്റെ ഒരു ആദ്യത്തെ 2 എപ്പിസോഡുമായിട്ട് വെക്കാവുന്ന ഒരു സാധനം ഇതിനകത്തുള്ളൂ. ഇവർ സിനിമയായിട്ട് ഇറക്കേണ്ട ഒരു സംഭവം എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല. എന്തായാലും തിയേറ്ററിലൊക്കെ കണ്ടിരിക്കാൻ കൊള്ളായിരുന്നു. ഒരുപാട് കോമഡി സീൻസ് ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ സെനീറ്റ്സുൻ്റെയും ഇനോസ്കയുടെയും ഇതൊന്നും പോരാഞ്ഞിട്ട് ടാഞ്ചിറോടെ തന്നെയായിട്ട് കുറേ കോമഡി സീൻസ് ഉണ്ട്. നമുക്ക് ഒരുപാട് ചിരിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കുറച്ച് വകുപ്പുകൾ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എപ്പിക് ബാറ്റിൽസിന് വരെ എപ്പിക് കോമഡീസ് കൊണ്ട് കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ കൊള്ളായിരുന്നു. അങ്ങനെ കണ്ടിരിക്കാൻ പറ്റുമായിരുന്നു. ഇതുവരെ നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഡീമൺസ് ആയിട്ട് ഫൈറ്റ് ചെയ്ത് പോകുന്ന ആ ഒരു സംഭവത്തിൽ നിന്ന് കുറച്ചും കൂടെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നി. എന്തായാലും കൊള്ളായിരുന്നു. വലിയ എപ്പിക് സംഭവമൊന്നുമല്ല, അത് ഞാൻ വീണ്ടും പറയുകയാണ്. കാണുന്ന സമയത്ത് ആ ഒരു സംഭവമൊക്കെ വെച്ചുകൊണ്ട് കാണുക. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള തിയേറ്ററിലൊക്കെ PVRലൊക്കെ ഓടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയിട്ടൊന്ന് ട്രൈ ചെയ്യുക. കാരണം ആനിമേ മൂവീസൊക്കെ നമ്മുടെ തിയേറ്ററിലൊക്കെ വരുന്നത് വളരെ ചുരുക്കമായിരിക്കും. ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൊള്ളാം, നൈസായിരുന്നു.